ഒരുപാട് നിങ്ങൾ SIP കുറിച്ച് വീഡിയോസ് കാണുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് പച്ച പിടിച്ച് വരുന്ന ഒരു ടോപ്പിക്കാണ് SWP, അതായത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു 2007 തൊട്ട്, അതായത് ഏതാണ്ട് 19 വർഷത്തിന് മുമ്പ് തുടങ്ങി ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് SWP മാസാമാസം വിഡ്രോവൽ ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് റിയൽ ടേം ബേസിസിൽ എങ്ങനെയൊക്കെ മുകളിലോട്ട് പോയി, മാർക്കറ്റ് വീഴ്ച സമയങ്ങളിൽ അത് എവിടം വരെ പോയി താഴോട്ട് എന്നുള്ള ആക്ച്വൽ സിനാറിയോ ആണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. 64,16,000 വിഡ്രോവലായിട്ട് എടുത്തു. അതല്ലാതെ ഇന്നത്തെ വാല്യൂ വിഡ്രോവൽ ചെയ്തതിനും നിങ്ങൾ അവസാനം ഇരിക്കുന്ന ഗെയിൻസിനും ഒരു FDയെ കമ്പയർ ചെയ്യുമ്പോൾ പർട്ടിക്കുലർലി 20%ലോ 30% ടാക്സ് ലാബിലോ ഉള്ളവർക്ക് വളരെ അനുകൂലമായ ഒരു ടാക്സേഷനാണ് ഇതിലുള്ളത്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് SIP ഒരു തരംഗമായിരിക്കുന്നു. അതായത് SIPയെ കുറിച്ച് നിങ്ങൾ കാണാൻ വീഡിയോ എത്രമാത്രമുണ്ട്, എന്നും ആവശ്യം പോലെ ഡേറ്റ വെച്ച്, ആവശ്യം പോലെ ആക്ച്വൽ സ്റ്റോറീസൊക്കെ വെച്ചിട്ട് ഒരുപാട് നിങ്ങൾ SIPയെ കുറിച്ച് വീഡിയോസ് കാണുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് പച്ച പിടിച്ച് വരുന്ന ഒരു ടോപ്പിക്കാണ് SWP, അതായത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഇൻവെസ്റ്റ് ചെയ്യാൻ ഉചിതമായ, അതുപോലെ സൗകര്യമായ ഒരു പ്ലാനാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. അതുപോലെ തന്നെ നമ്മൾ നിക്ഷേപം ചെയ്ത അമൗണ്ടിനെ പുറത്തെടുക്കുമ്പോൾ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ശേഷം അത് ഒരു വലിയ തുകയായതിനു ശേഷം മാസാമാസം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തെടുക്കേണ്ട കാശിനെ, അതായത് എടുക്കാൻ സൗകര്യപ്രദമായ ഒരു മോഡാണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. നമ്മൾ SIP വഴി ഒരു 10, 15, 20 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരു കോർപ്പസിൽ നിന്ന് കാശ് പുറത്തെടുക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു വലിയ തുകയുണ്ട്, ഇത് നാളെ തന്നെ നമുക്ക് ആവശ്യമുള്ളതല്ല, അല്ലെങ്കിൽ അടുത്ത മാസമോ അടുത്ത വർഷമോ 1-2 വർഷത്തിനോ പോലും ആവശ്യമുള്ള ഒരു കാശല്ല. പക്ഷേ ഇതിൽ നിന്ന് മാസാമാസം എനിക്കൊരു അമൗണ്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് സൗകര്യപ്രദമായ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് നോക്കിയാൽ ആൾക്കാർക്ക് കൂടുതൽ അറിയാവുന്നത് ഒരു FDയിലിട്ടിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് പുറത്തെടുക്കുന്ന ഒരു രീതിയാണ്. ഇതാണ് കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. പക്ഷേ അതേക്കാളും ടാക്സേഷൻ്റെ ആംഗിളിലും സൗകര്യപ്രദമായ ഒരു വിഡ്രോവൽ മോഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് കം വിഡ്രോവൽ മോഡ് ആണ് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. SWPയെ കുറിച്ച് പറയുന്നവർ കൂടുതലും ഇതിനെ പൊക്കിയും അതിൻ്റെ അനുകൂലമായ ഘടകങ്ങളെക്കുറിച്ചും അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നേട്ടം മാത്രം ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ഇത് ലോങ് ടേം ബേസിസിൽ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സത്യാവസ്ഥ ഉണ്ട്. കാരണം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ, അതായത് കാശ് പുറത്തെടുക്കാൻ വളരെ കറക്റ്റായ, വളരെ പെർഫെക്റ്റായ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ അത് ഹൈബ്രിഡ് ഫണ്ട്സ് ആണ്. ഹൈബ്രിഡ് ഫണ്ട്സിലും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കൂടുതലും കൺസർവേറ്റീവ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ട്സ് ആണ്. അതായത് അതിൻ്റെ ഇക്വിറ്റി എക്സ്പോഷർ, കോർ ഇക്വിറ്റി എക്സ്പോഷർ എന്ന് പറയുമ്പോൾ, അതായത് സ്റ്റോക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന പോർഷൻ ആ പർട്ടിക്കുലർ ഫണ്ടിൽ കൂടുതലും ഒരു 40-50% അകത്ത് നിൽക്കുന്നതാണെങ്കിൽ മാർക്കറ്റ് വീഴ്ചകളിലോട്ട് പോകുമ്പോൾ ഈ ഫണ്ട്സ് അത്രമാത്രം വീഴുകയില്ല. ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? ഇത് അല്ലെങ്കിൽ ഇത് എവിടെ ആയിരിക്കും നമ്മൾ ചെയ്തേക്കുന്നത്? FDയിലുള്ള ഗുണം എന്തുവാ? നമ്മൾ ഇട്ടേക്കുന്ന കാശിൽ നിന്ന് ഏത് മാർക്കറ്റിലും ക്യാപിറ്റലിൻ്റെ വാല്യൂ താഴോട്ട് പോവുകയില്ല. എന്നാൽ SWPയിൽ നമ്മളൊരു ഹൈബ്രിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഇക്വിറ്റി പോർഷൻ ഉണ്ട്. പക്ഷെ അത് പരമാവധി കുറയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ വീഴ്ചകൾ ഈ ഫണ്ട്സിനെ അത്രമാത്രം ബാധിക്കുകയില്ല. അങ്ങനെ വേണമല്ലോ, അങ്ങനെ ആഗ്രഹിക്കുമല്ലോ നിങ്ങൾ ആരായാലും ഈ പർട്ടിക്കുലർ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. കൂടുതൽ താഴോട്ട് പോകാൻ പാടില്ല, എന്നാൽ FDയേക്കാളും ബെറ്റർ ആവണം, സൗകര്യവും ഉണ്ടാകണം. ഇത് പ്രതീക്ഷിച്ചാണ് കൂടുതൽ ആൾക്കാർ SWPയിൽ പോകുന്നത്. നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു 2007 തൊട്ട്, അതായത് ഏതാണ്ട് 19 വർഷത്തിന് മുമ്പ് തുടങ്ങി ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് SWP മാസാമാസം വിഡ്രോവൽ ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് റിയൽ ടേം ബേസിസിൽ എങ്ങനെയൊക്കെ മുകളിലോട്ട് പോയി, മാർക്കറ്റ് വീഴ്ച സമയങ്ങളിൽ അത് എവിടം വരെ പോയി താഴോട്ട് എന്നുള്ള ആക്ച്വൽ സിനാറിയോ ആണ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ രസകരമായ, അതിൻ്റെ അനുകൂലമായ ഘടകങ്ങൾ പറയുമ്പോൾ ഈ ഇടപ്പെട്ട കാലങ്ങൾ, അതായത് മാർക്കറ്റ് വീഴ്ചകളിലോട്ട് പോകുന്ന സമയത്ത് ഇതിന് എന്ത് സംഭവിക്കും എന്നുള്ള സത്യാവസ്ഥയും നിങ്ങൾ അറിയേണ്ടത് നിർബന്ധമാണ്. കാരണം ഏതെങ്കിലും മാർക്കറ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ നിന്ന് താഴോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ പ്രതികരിക്കണോ, അതിനെ എങ്ങനെ നിങ്ങൾ കാണണം എന്ന് കൂടെ നിങ്ങൾ അറിയേണ്ടത് ആവശ്യമാണ്. അതിനാണ് നമ്മൾ ഈ പ്രയത്നം ഈ വീഡിയോ കൂടെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി പറയാൻ പോകുന്ന കേസ് ഇത് റിയൽ
കേസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഈ ഫണ്ടിൻ്റെ പേര് പറയുന്നതും ആവശ്യമാണ്. ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ടല്ല പറയുന്നത്. അത്യാവശ്യം നല്ല പഴക്കമുള്ള ഒരു ഫണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ആക്ച്വൽ സിനാരിയോ ആണ് പറയാൻ പോകുന്നത്. ഈ ഫണ്ട് ICICI Prudential ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടാണ്. അതായത് നല്ല ട്രാക്ക് റെക്കോർഡുള്ള, അത്യാവശ്യം നല്ല കൺസിസ്റ്റൻസി ഉള്ള, അതുപോലെ തന്നെ ഭൂരിഭാഗം പീരിയഡിൽ ഒരു കൺസർവേറ്റീവ് അപ്രോച്ച് ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഫണ്ടാണ് ICICI ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്. കറൻ്റ്ലി ഇതിൻ്റെ ഇക്വിറ്റി എക്സ്പോഷർ 60% ആണെങ്കിലും ഇപ്പോൾ ഇത് 60% ആക്കാൻ കാരണം മാർക്കറ്റ് നല്ല വീഴ്ചകൾ നോക്കി പോയി കഴിഞ്ഞ ശേഷം ഓപ്പർച്യൂണിറ്റി, അതായത് മാർക്കറ്റ്സിൽ സ്റ്റോക്സിനെ വാങ്ങിക്കാനുള്ള നല്ല അനുകൂലമായ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ആ സമയത്ത് ഒരു 60%ലോട്ട് എക്സ്പോഷർ കൂട്ടി. അല്ലാതെ ഒരു ലോങ് ടേം ബേസിസിൽ നോക്കുവാണെങ്കിൽ മിക്ക സമയങ്ങളിലും ഈ പർട്ടിക്കുലർ ഫണ്ട് 40 to 50% മാത്രമേ കോർ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ ഫണ്ട് നമ്മൾ എടുത്തേക്കുന്നത്. ഈ പർട്ടിക്കുലർ ഫണ്ടിൽ 50 ലക്ഷം രൂപ ഒരാൾ ജാനുവരി 2007 തൊട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അന്ന് ഇൻവെസ്റ്റ് ചെയ്തു, അതായത് 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. മാസം 7%, അതായത് ആനുവലി 7%, അത് മാസം വിഡ്രോ ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. വേറെ ഒരു കാര്യമുണ്ട്, ഇങ്ങനത്തെ ഒരു ഫണ്ടിൽ, ഹൈബ്രിഡ് ഫണ്ടിൽ നമ്മൾ SWP ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു വർഷത്തേക്ക്, അതായത് 12 മാസത്തേക്ക് വിഡ്രോവൽ ചെയ്യാതിരിക്കുക. 13ാമത്തെ മാസം തൊട്ട് മാത്രം വിഡ്രോവൽ തുടങ്ങുക. അങ്ങനെയാണ് ഈ പർട്ടിക്കുലർ കേസിലും ചെയ്തത്. അതായത് ജനുവരി 2007 ഇൻവെസ്റ്റ് ചെയ്തതാണെങ്കിൽ പോലും 12 മാസത്തേക്ക് വിഡ്രോവൽ ചെയ്തില്ല. ജനുവരി 2008 തൊട്ടാണ് ആനുവലി 7% ബേസിസിൽ വിഡ്രോവൽ തുടങ്ങിയത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ വിഡ്രോവൽ തുടങ്ങിയ ജനുവരി 2008 തൊട്ടാണ് മാർക്കറ്റ് ഒരു വലിയ വീഴ്ചയിലോട്ട്, ഈ ഗ്ലോബൽ റിസഷൻ കാരണം മാർക്കറ്റ് വലിയ വീഴ്ചയിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് വിഡ്രോവൽ തുടങ്ങുന്നത്. 50 ലക്ഷത്തിൻ്റെ 7% എന്ന് പറയുമ്പോൾ മാസത്തിന് 29,167 രൂപയാണ് വിഡ്രോവൽ. ഇത് ജനുവരി 2008 തൊട്ട് തുടങ്ങി. ജനുവരി 2007 തൊട്ട് 2028 ജനുവരി വരെ മാർക്കറ്റ് നല്ല കയറ്റത്തിലോട്ടാണ് പോയത്. അതുകൊണ്ട് എന്ത് പറ്റി, ഈ 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തത് 64 ലക്ഷമായി. 64 ലക്ഷം ആയ സമയത്ത് തൊട്ടാണ് വിഡ്രോവൽ തുടങ്ങിയത്. ഈ 29,167 രൂപ മാസം വിഡ്രോവൽ ചെയ്യാൻ തുടങ്ങി. 64 ലക്ഷം ആയെങ്കിൽ പോലും മാർക്കറ്റ് നല്ല വീഴ്ചയിലോട്ട് പോയതുകൊണ്ട് ജൂൺ 2008 ആയപ്പോൾ വിഡ്രോവൽ ചെയ്തതിന് ശേഷം ജൂൺ 2008 50 ലക്ഷം ആയ ക്യാപിറ്റലിൻ്റെ താഴെ, അതായത് 49 ലക്ഷത്തി ചില്ലുവാൻ രൂപയ്ക്കിലോട്ട് വാല്യൂ കുറഞ്ഞു വന്നു. വിഡ്രോവൽ ചെയ്തുകൊണ്ടിരുന്നു, പക്ഷെ വാല്യൂ 50 ലക്ഷത്തിൽ താഴെ പോയി ജൂൺ ആയപ്പോൾ. ഇതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ടതുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വിഡ്രോവൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിനെ പുറത്തെടുക്കേണ്ട ആവശ്യം ഇപ്പോഴെങ്കിലും കാണുന്നില്ലെന്ന് പറഞ്ഞാൽ യാതൊന്നും അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട, ബോധേഡ് ആവേണ്ട ആവശ്യമില്ല. അതാണ് ഈ ശരിക്കുമുള്ള ആക്ച്വൽ കേസ് നിങ്ങൾക്ക് പറയുന്നത്. ഇനി ഇത് എങ്ങോട്ട് പോയി, ഈ 49 ലക്ഷത്തി ചില്ലുവാനൻ രൂപയിലോട്ട് ജൂൺ 2008 വന്ന ഫണ്ടിൻ്റെ വാല്യൂ എങ്ങനെ പിന്നെ അങ്ങ് പുരോഗമിച്ച് പോയി എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. മാർക്കറ്റ് ഈ ജൂൺ 2008 കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചെറുതായിട്ട് ഒരു റിക്കവറി ഉണ്ടായി. അതുകൊണ്ട് ആഗസ്റ്റ് 2008 ആയപ്പോഴത്തേക്കും പിന്നെയും 50 ലക്ഷത്തിലോട്ട് വന്നു. മറക്കണ്ട, ഈ മാസം 29,167 രൂപ വിഡ്രോവൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അത് വിഡ്രോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുവാണ്. ഇങ്ങനെ 50 ലക്ഷത്തിലോട്ട് ആഗസ്റ്റ് 2008 പിന്നെയും വന്നു. ആഗസ്റ്റ് 2008 50 ലക്ഷത്തിലോട്ട് വന്ന വാല്യൂ പിന്നെയും താഴോട്ട് വീഴാൻ തുടങ്ങി. കാരണം മാർക്കറ്റ് ഭയങ്കരമായിട്ട് വീഴ്ചയിലോട്ട് പോയി. മാർച്ച് 2009 ആയപ്പോഴത്തേക്കും അത് കുറഞ്ഞ് 35 ലക്ഷത്തിലോട്ട് എത്തി. മാസം വിഡ്രോവൽ കണ്ടിന്യൂ ആയിക്കൊണ്ടിരുന്നു, പക്ഷേ വാല്യൂ 50 നിന്ന് കുറഞ്ഞ് 35 ലക്ഷത്തിലോട്ട് എത്തി മാർച്ച് 2009 ആയപ്പോഴത്തേക്ക്. പിന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്ന് തെളിച്ചം കാണുന്നത്, ഒന്ന് വെട്ടം കാണുന്നത് ഒക്ടോബർ 2009 അപ്പോഴാണ് പിന്നെയും 50 ലക്ഷം എന്ന സംഖ്യയിലോട്ട്, ക്യാപിറ്റൽ അമൗണ്ടിലോട്ട് എത്തുന്നത്. ഈ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വിഡ്രോവൽ കണ്ടിന്യൂ ചെയ്തു. നമ്മൾ പറഞ്ഞ ഈ ഒക്ടോബർ 2009 പിന്നെയും 50 ലക്ഷത്തിലോട്ട് വന്നു. 50 ലക്ഷം കവിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഈ ഫണ്ടിൻ്റെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. ആകെ ഇത് കഴിഞ്ഞിട്ട് 2 മാസങ്ങളിൽ, അതും 2011 2 മാസങ്ങളിൽ മാത്രമേ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ 50 ലക്ഷത്തിൻ്റെ താഴെ പോയിട്ടുള്ളൂ. ഇങ്ങനെ പിന്നെ ഫണ്ട് കൂടുതലും കയറ്റത്തിലോട്ടായാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാം, കോവിഡ് സമയത്ത് മാർക്കറ്റ് 40% ഇടിഞ്ഞല്ലോ ഈ 2 മാസത്തിനിടയ്ക്ക്. അതായത് മാർച്ച് ഏപ്രിൽ 2020 സമയത്ത് മാർക്കറ്റ് ഏതാണ്ട് 40% ഇടിഞ്ഞല്ലോ. അപ്പോൾ ഈ ഫണ്ടിന് എന്ത് സംഭവിച്ചു? അപ്പോൾ അതിന് മുമ്പിരുന്ന വാല്യൂക്കാളും ഒന്ന് താഴോട്ട് പോയി. കാരണം മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഈ ഫണ്ട്. 40-50% ആണെങ്കിലും അത് ഇക്വിറ്റിയിലാണല്ലോ. അതനുസരിച്ചുള്ള വീഴ്ച സംഭവിച്ചെങ്കിലും അതിന് മുമ്പുള്ള വർധന കാരണം, വാല്യൂവിൻ്റെ വർധന കാരണം ഈ മാർച്ച്
പിന്നെ ഏപ്രിൽ 2020 പോലും ഇതിൻ്റെ വാല്യൂ കുറഞ്ഞ് 80 ലക്ഷത്തിലോട്ട് എത്തി. അതിന് താഴെ പോയില്ല. 80 ലക്ഷം വരെ പോയുള്ളൂ. അതിന് താഴെ പിന്നെ പോയിട്ടില്ല. കോവിഡ് സമയത്ത് മാർക്കറ്റ് ശരിക്കും ഇടിഞ്ഞ് 40% താഴോട്ട് പോയെങ്കിൽ പോലും ആരും പ്രതീക്ഷിക്കാത്ത വണ്ണം 6-7 മാസത്തിനും നല്ലൊരു റിക്കവറി ഉണ്ടായി. ആ റിക്കവറി സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് പറ്റി? നവംബർ 2020 ആയപ്പോൾ 1 കോടി എന്ന സംഖ്യയെ കവിഞ്ഞു ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ. മറക്കണ്ട, മാസം വിഡ്രാ ചെയ്തുകൊണ്ടിരുന്ന 29,167 രൂപ അതുപോലെ തന്നെ വിഡ്രാ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെയ്തെങ്കിൽ പോലും ഈ വാല്യൂ അത് കഴിഞ്ഞ് ആ വിഡ്രാലിന് ശേഷം പോലും നവംബർ 2020 ആയപ്പോൾ 1 കോടി എന്ന സംഖ്യയെ കഴിഞ്ഞു ഇതിൻ്റെ വാല്യൂ. വേറെ ഒരു അനുകൂലമായ ഇൻഫർമേഷൻ ഉണ്ട് ഈ ഫണ്ടിനെ കുറിച്ച്. എല്ലാവർക്കും അറിയാം, സെപ്റ്റംബർ 2024 ശേഷം മാർക്കറ്റ് ഒരു വീഴ്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വോളറ്റൈൽ മാർക്കറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഒരു മെച്ചപ്പെട്ട ഫേസ് മാർക്കറ്റിന് ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ ഫണ്ടിൻ്റെ വാല്യൂ എന്തുമായിരുന്നുവോ അതിൽ നിന്ന് താഴോട്ട് വേണമല്ലോ ഇപ്പോഴായിരിക്കേണ്ടത്. പക്ഷേ അതല്ല സത്യം ഈ ഫണ്ടിനെ കുറിച്ച്. സെപ്റ്റംബർ 2024 എന്തുമായിരുന്നു വാല്യൂ? അതിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നമുക്ക് നോക്കാം. സെപ്റ്റംബർ 2024 ഇതിൻ്റെ വാല്യൂ 1,58,00,000 ഈ 1,58,00,000 ഈ വെസ്റ്റ് ഏഷ്യ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഫെബ്രുവരി എൻഡിൽ 1,58,00,000 എന്ന് വാല്യൂ വർദ്ധിച്ച് 1,69,00,000 ആയി ഫെബ്രുവരി 2026 അതിൻ്റെ എൻഡിൽ. അവിടുന്ന് സ്വല്പം കുറഞ്ഞിട്ടുണ്ട്. കാരണം മാർക്കറ്റിൽ നല്ല വോളറ്റാലിറ്റിയും വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട്. അവിടുന്ന് കുറഞ്ഞ് ഏപ്രിൽ 30, 2026 അപ്പോഴും ഇതിൻ്റെ വാല്യൂ 1,65,00,000 ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, മാസം ഇത്രയും എമൗണ്ട് വിഡ്രാ ചെയ്തു, അതായത് മാസം 29,167 രൂപ വിഡ്രാ ചെയ്തു. ഈ വിഡ്രാ ചെയ്ത അമൗണ്ടും ചേർത്തിട്ടാണോ ഈ 1,65,00,000 ആയത്? അല്ല. ഈ വിഡ്രാൽ കഴിഞ്ഞിട്ട് ബാക്കി ഇന്നത്തെ വാല്യൂ 1,65,00,000 അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മൊത്തം വിഡ്രാ ചെയ്തേക്കുന്നത് എത്രയാണ്? നല്ലൊരു തുകയാണ്. എത്രയാണെന്ന് അറിയണോ? വിഡ്രാ ചെയ്തേക്കുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത 50 ലക്ഷത്തെക്കാളും കൂടുതലുള്ള ഒരു എമൗണ്ടാണ്. 64,16,000 രൂപയാണ് മൊത്തം വിഡ്രാൽ നടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഈ 1,65,00,000. ഇത് നിങ്ങൾക്ക് എഫ് ഡിയിൽ സംഭവിച്ചിരിക്കുമോ? എഫ് ഡിയിൽ നിന്ന് നിങ്ങൾക്ക് ബാങ്കിൽ ചെന്നാൽ 7% റിട്ടേണേ കിട്ടത്തുള്ളൂ. ബാക്കി ഇരിക്കുന്നത് എത്രയായിരിക്കും? 50 ലക്ഷം രൂപ. അതായത് ക്യാപിറ്റലായി 50 ലക്ഷം അങ്ങനെ ഇരിക്കും. അതൊന്നും വർദ്ധിക്കില്ല. ഇൻട്രസ്റ്റ് എടുത്തുകൊണ്ടിരിക്കാം. പക്ഷേ ഇതിൽ വിഡ്രാലിന് ശേഷവും 50 ലക്ഷം എന്ന ഇൻവെസ്റ്റ്മെൻറ്റ് 1,65,00,000 വളർന്നിട്ടുണ്ട്. ഇത് ആനുവലൈസ്ഡ് ബേസിസിൽ 10.63% ആണ് ഇതിൻ്റെ ഗ്രോത്ത്. വേറെ ഒരു കാര്യമുണ്ട്, ഈ എഫ് ഡിയിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഫ് ഡിയിൽ ക്യാപിറ്റൽ അങ്ങനെ ഇരിക്കും, വർദ്ധിക്കില്ല 50 ലക്ഷം. പക്ഷേ അതിൽ നിങ്ങൾ എടുക്കുന്ന ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ടാക്സ് ലാബ് എന്താണോ, നിങ്ങൾ ഹയസ്റ്റ് ടാക്സ് ബ്രാക്കറ്റായ 30%-ലാണ് ഇരിക്കുന്നതെങ്കിൽ ആ വിഡ്രാ ചെയ്യുന്ന ഇൻട്രസ്റ്റിന് മാസം എടുക്കുന്ന അമൗണ്ടിന് 30% ടാക്സ് എടുക്കേണ്ടി വരും. പക്ഷേ സിസ്റ്റമാറ്റിക് വിഡ്രാൽ ആകുമ്പോൾ ഈ 29,167 രൂപയിൽ ഇത് യൂണിറ്റ്സ് ആയിട്ടാണ് വിഡ്രാ ചെയ്യുന്നത്. യൂണിറ്റ്സിൻ്റെ വാല്യൂ ആണ് നിങ്ങൾ വിഡ്രാ ചെയ്യുന്നത്. ആ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ യൂണിറ്റിൻ്റെ വാല്യൂ 10 രൂപയാണെങ്കിൽ ഇന്ന് അത് വിഡ്രാ ചെയ്യുമ്പോൾ 11 ആണെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ ഗെയിൻ 1 രൂപ മാത്രമേ ഉള്ളൂ. സോ ആ 1 rupee ഗെയിൻ ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയോ അത് മാത്രമാണ് നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻസ്. ആ ക്യാപിറ്റൽ ഗെയിൻസിൽ നമ്മൾ ഇതിൽ 1 year കവിഞ്ഞിട്ടാണ് വിഡ്രാൽ ചെയ്യാൻ തുടങ്ങിയത്. സോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനാണ് നിങ്ങൾ സബ്ജക്റ്റീവ് ആകുന്നത്. സോ നമ്മൾ ഈ പറഞ്ഞ ഗെയിൻസിന്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് വെറും 12% മാത്രം ടാക്സ് അടച്ചാൽ മതി. നിങ്ങളുടെ ടാക്സ് ലാബ്, നിങ്ങളുടെ ഇൻകം അനുസരിച്ച് നിങ്ങളുടെ ടാക്സ് ലാബ് 30% ആണെങ്കിൽ പോലും നിങ്ങളുടെ ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസിന് വെറും 12% മാത്രമേ ടാക്സ് അടയ്ക്കേണ്ടതുള്ളൂ. വേറെയും ഒരു അട്രാക്ഷൻ ഉണ്ട് ഇതിൽ. എന്താണെന്ന് അറിയണോ? നിങ്ങൾ എടുത്തേക്കുന്ന ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 1,25,000 രൂപ വരെയേ ഉള്ളുവെങ്കിൽ ആ അമൗണ്ടിന് മൊത്തത്തിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. 1,25,00,000 കവിഞ്ഞ ഗെയിനിന് മാത്രം, ആ എക്സസ് ആയിട്ടിരിക്കുന്ന ഗെയിനിന് മാത്രമാണ് നിങ്ങൾ 12.5% ടാക്സ് അടയ്ക്കേണ്ടത്. സോ 50 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് 64,16,000 വിഡ്രാലായിട്ട് എടുത്തു. അതല്ലാതെ ഇന്നത്തെ വാല്യൂ 1,65,00,000 വിഡ്രാൽ ചെയ്തതിനും നിങ്ങൾ അവസാനം ഇരിക്കുന്ന ഗെയിൻസിനും ഒരു എഫ് ഡി എ കമ്പയർ ചെയ്യുമ്പോൾ പർട്ടിക്കുലർലി 20%-ലോ 30% ടാക്സ് ലാബിലോ ഉള്ളവർക്ക് വളരെ അനുകൂലമായ ഒരു ടാക്സേഷനാണ് ഇതിലുള്ളത്. സോ ഇതിൻ്റെ വളർച്ച എങ്ങനെയാണ്? ഒരു എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും SWPൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള നേട്ടം എന്താണ്? SWPലുള്ള സത്യാവസ്ഥ എന്താണ് മാർക്കറ്റ് മൂവ്മെൻറ്റിൽ? അതിൽ അങ്ങനെ തന്നെ പിടിച്ചു നിന്നാൽ അതിൻ്റെ നേട്ടം എവിടം വരെ നിങ്ങളെ കൊണ്ട് എത്തിക്കും എന്നുള്ളതെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ മാസം വിഡ്രാവൽ ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ്
ആണ് നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾ എന്ന ഇൻഡിവിജ്വലിന് കറക്റ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ കറക്റ്റായിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റ് നിങ്ങൾക്ക് ചെയ്തു തന്ന് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കറക്റ്റായിട്ടുള്ള രീതിക്ക് കൊണ്ടെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കും. താഴോട്ട് കൊടുത്തേക്കുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻസ് തരുന്നതായിരിക്കും. Mutual fund investments are subject to market risks. Read all scheme related documents carefully.